സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ പൈത്തൺ ട്യൂട്ടോറിയൽ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻപുട്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ നമ്മളൊരു കാൽക്കുലേറ്ററിന്റെ പ്രൊജക്ട് ചെയ്യുമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളൊരു പ്രൊജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പൈത്തൺ പഠിച്ചിട്ട് പൈത്തനെ കൊണ്ടുള്ള ആദ്യമായിട്ടുള്ള പ്രൊജക്റ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിഷ്വൽ സ്റ്റുഡിയോയിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിലൊരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ പ്രൊജക്റ്റിന്റെ പേരാണ് സാമ്പിൾ കാൽക്കുലേറ്റർ പ്രൊജക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് _1.py എന്നുള്ളൊരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മള് ഇപ്പം കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്യുന്നത്, അപ്പം ഇതിന്റെ വർക്കിംഗ് ആദ്യം തന്നെ ഞാൻ പറയാം. അപ്പം ഇതിന്റെ വർക്കിംഗ് ആണ്. അപ്പം ഈ ഒരു പ്രൊജക്ട് എന്റെ കൂടെ തന്നെ നിങ്ങളും ചെയ്യണം. എന്നാലേ ഉള്ളൂ നമ്മൾ ഇപ്പൊ പഠിച്ച എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നത്. എന്നാലേ ഉള്ളൂ ഇപ്പൊ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊജക്ട് എന്താണെന്ന് വെച്ചാല്, ആദ്യം തന്നെ നമ്മള് യൂസറിനോട് ഒരു നമ്പർ ചോദിക്കും. അപ്പം യൂസർ നമ്പർ എൻ്റർ ചെയ്യും. പിന്നീട് നമ്മൾ യൂസറിനോട് ഒരു നമ്പർ ചോദിക്കും. അപ്പം പിന്നീട് ഒരു നമ്പറും കൂടി യൂസർ നമുക്ക് തരും. അപ്പം പിന്നെ നമുക്ക് യൂസറിന് നിന്ന് അതിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമുക്ക് യൂസറിന് അതിനെ കൊണ്ട് കാണിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു വേരിയബിൾ നെയിം ഇടുകയാണ്, num_1. അപ്പോൾ നമ്മൾ ഒരു നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാൽക്കുലേറ്ററിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ പ്ലസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ആൻസർ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. പ്ലസും മൈനസും ഡിവിഷനും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ പോയിന്റ് ഇട്ടിട്ട് 00 അല്ലെങ്കിൽ പോയിന്റ് ഇട്ടിട്ടുള്ള നമ്പർ ആയിരിക്കും. അപ്പം അതൊരു ഫ്ലോട്ടിംഗ് വാല്യൂ ആണ്. അപ്പം യൂസറിന് എല്ലാത്തിനും ഉള്ള ഒരു ഡെസിമൽ നമ്പറിന്റെ വാല്യൂയും അതിൻ്റെ മൊത്തത്തിലുള്ള ആൻസർ ആണ് അത് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസറിനോട് ഒരു ഇന്റീജർ വാല്യൂ ചോദിച്ചാൽ നമുക്ക് ആ ഒരു ഒരു 00 ഉള്ള പോയിന്റ് ഇട്ടിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് വാല്യൂ ആണ് യൂസറിനോട് ചോദിക്കേണ്ടത്. അപ്പം ആദ്യം തന്നെ ഫ്ലോട്ട് എന്ന് എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്, അതിൻ്റെ ഉള്ളില് ഇൻപുട്ട്, എന്നിട്ട് നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എൻ്റർ എ നമ്പർ കോളം ഇടുക. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ നമ്പർ ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ഒരു ഫ്ലോട്ടിംഗ് നമ്പർ ആണ് ചോദിച്ചത്. ഇനി നമ്മൾ num_2 എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഒരു ഫ്ലോട്ട് എഴുതുക. ഫ്ലോട്ട് എഴുതിയതിനു ശേഷം ഇൻപുട്ട് ബ്രാക്കറ്റ് ഓപ്പൺ എൻ്റർ എ നമ്പർ എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഇത് എന്തൊക്കെയാണ് നമുക്ക് യൂസറിന് കാണിച്ചു കൊടുക്കേണ്ടത്? അഡീഷൻ കാണിച്ചു കൊടുക്കണം, മൾട്ടിപ്ലിക്കേഷൻ കാണിച്ചു കൊടുക്കണം, ഡിവിഷൻ കാണിച്ചു കൊടുക്കണം, സബ്സ്ട്രാക്ഷൻ കാണിച്ചു കൊടുക്കണം. ഈ ഒരു 4 സാധനങ്ങളാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു 4 സാധനങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ പ്രിന്റ് num1 പ്ലസ്, അതിൽ നിന്ന് നമ്മൾ അഡീഷൻ ആണ് യൂസറിന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്, പ്ലസ് num2 ഇത് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അഡീഷൻ നമുക്കിപ്പം യൂസറിന് കാണാൻ പറ്റും. ഇനി നമ്മളിവിടെ പ്രിന്റ് num1 മൈനസ്. അടുത്തതായിട്ട് നമ്മൾ സബ്സ്ട്രാക്ഷൻ ആണ് യൂസറിന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മൈനസ് num2 എന്ന് കൊടുക്കുക. ഇനി നമുക്ക് യൂസറിന് കാണിച്ചു കൊടുക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ പ്രിന്റ് num1
num1 into num2. അപ്പം ഇപ്പം നമ്മൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഡിവിഷൻ ആണ്. നമുക്ക് ഇനി കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പ്രിന്റ് ബ്രാക്കറ്റ് ഓപ്പൺ num1 ഡിവിഷന്റെ സിമ്പിൾ ആണ്, സ്ലാഷ് ആണ് ഡിവിഷന്റെ സിമ്പിൾ. അപ്പം പിന്നെ നമ്മൾ ഒരു സ്ലാഷ് ആണ് ഡിവിഷന്റെ സിമ്പിൾ. ഇതൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. അപ്പം ഇപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ യൂസറിനോട് എൻ്റർ ഫ്ലോട്ടിംഗ് വാല്യൂ എൻ്റർ ചെയ്തു യൂസർ. പിന്നീട് വേറൊരു ഫ്ലോട്ടിംഗ് വാല്യൂ യൂസർ എൻ്റർ ചെയ്തു. പിന്നീട് യൂസറിന് നമ്മൾ അതിൻ്റെ ആ 2 നമ്പറിൻ്റെ അഡീഷൻ കാണിച്ചു കൊടുക്കും, സബ്സ്ട്രാക്ഷൻ കാണിച്ചു കൊടുക്കും, മൾട്ടിപ്ലിക്കേഷൻ കാണിച്ചു കൊടുക്കും, ഡിവിഷനും നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ആദ്യം തന്നെ യൂസറിനോട് ഒരു നമ്പർ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ ഒരു 24 എന്ന് എൻ്റർ ചെയ്തു. ഇനി ഞാനിവിടെ ഒരു 2 എൻ്റർ ചെയ്തു. അപ്പം ഇവിടെ നമുക്ക് 26, 22, 20, 48, 12 നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏതാണ് അഡീഷൻ, ഏതാണ് മൾട്ടിപ്ലിക്കേഷൻ, ഏതാണ് ഡിവിഷൻ. യൂസറിന് കണ്ടാൽ ഒന്നും മനസ്സിലാകൂല. ഇത് കുറേ 48ഉം കുറേ 28ഉം കുറേ 12ഉം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഏതാണ് അഡീഷൻ, ഏതാണ് മൾട്ടിപ്ലിക്കേഷൻ, ഏതാണ് ഡിവിഷൻ എന്ന് യൂസറിന് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പുതിയ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അതിനാണ് നമ്മൾ കോമ എന്ന് പറയുന്നത്. ഈ ഒരു കോമ, ഉദാഹരണത്തിന് ഞാനിവിടെ നമ്മൾ ഡബിൾ കോഴ്സിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ഒരു ഡബിൾ കോഴ്സിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ സം ആണ് യൂസറിന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സം ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ക്ലോസ്. ഇനി ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് എറർ ആയിരിക്കും വരിക. അപ്പം ഈ ഒരു സമ്മിന്റെ സ്ഥാനത്ത് നമുക്കൊരു കോമ ഇട്ട് കൊടുക്കാം. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് കുറേ നെയിംസ് ഉണ്ട്. ആമിലുണ്ട്, നിഹാലുണ്ട്, അരൂപയുണ്ട്. അപ്പം ഈ എല്ലാ നെയിംസും നമ്മൾ കൂട്ടി ചേർന്നാൽ ഏതൊക്കെ നെയിംസ് ആണ് ആമിൽ, നിഹാൽ, അരൂപ എന്നായിരിക്കും വായിക്കുക. അപ്പം തന്നെ നമ്മളൊരു കോമ ഇട്ട് കൊടുത്താൽ ആദ്യത്തെ നെയിം ആമിൽ, അടുത്ത നെയിം നിഹാൽ, അടുത്ത നെയിം അരൂപ എന്നായിരിക്കും വരിക. അതേപോലെ തന്നെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പ്രിന്റ് സമ്മ്. ആദ്യം തന്നെ സമ്മ് പ്രിന്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ നമ്പർ പ്ലസ് num2 എന്ന് കൊടുക്കുക. ഇനി ഇതൊന്നും കൂടി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ 12 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു. ഇപ്പൊ ഇവിടെ സം ഈസ് ഈക്വൽ ടു 24. ഇപ്പൊ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി, കുറച്ചും കൂടി നീറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു കോമ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് ഈ ഒരു കോമ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു കോമ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സബ്സ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്, മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഡബിൾ കോട്സിന്റെ ഉള്ളിൽ ഒരു കോമ ഇട്ടതിന് ശേഷം ഡബിൾ കോട്സിന്റെ ഉള്ളിൽ സബ്സ്ട്രാക്ഷൻ എന്ന് കൊടുക്കുക. സബ്സ്ട്രാക്ഷൻ ഈസ് ഈക്വൽ ടു എന്ന് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് കൊടുക്കുക. ഇനി ഞാനിവിടെ ഡിവിഷൻ ആണ് ചെയ്യുന്നത്. അപ്പം തന്നെ ഡിവിഷൻ എന്ന് കൊടുക്കുക. ഡിവിഷൻ എന്ന് വന്നിട്ടുണ്ട്. ഡിവിഷൻ ഈസ് ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്കിവിടെ എൻ്റർ ചെയ്യ നമ്പർ എന്ന് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ എൻ്റർ ചെയ്തതുപോലെ തന്നെ 24, 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ യൂസറിന് കണ്ടാൽ സമ്മ് 25, സബ്സ്ട്രാക്ഷൻ 23, മൾട്ടിപ്ലിക്കേഷൻ 24, ഡിവിഷൻ 24. അപ്പം ഇങ്ങനെയാണ് നമുക്ക്
യൂസറിന് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതാണ് കുറച്ചുകൂടി നീറ്റ്ലി. അപ്പം ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാം. ഇനി എത്ര വലിയ നമ്പർ ആണെങ്കിലും നമുക്ക് ഇതിൽ എൻ്റർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നമുക്ക് കാണിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊജക്റ്റ്. നിങ്ങളുടെ ആദ്യത്തെ പ്രൊജക്റ്റ് ആണ്. ഇതിൽ നിങ്ങളേതായിട്ടുള്ള കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടും കോഡിൻ്റെയും ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. നന്ദി, നമസ്കാരം.